വേണ്ടതെല്ലാം നൽകിയിട്ടും അവന് വേണ്ട വചന പ്രമാണങ്ങൾ നൽകിയിട്ടും അതിൽ നിന്ന് മറുതിരിച്ചു പോയതിന്റെ പിന്തിരിഞ്ഞു പോയതിന്റെ ഫലമായിട്ട് ദൈവം ഒരിക്കൽ കൂടി കരുണയോടെ സ്നേഹത്തോടെ മനുഷ്യനെ വീണ്ടെടുക്കുവാനായിട്ട് അവിടുത്തെ അനന്തമായ ജ്ഞാനത്തിൽ അവിടുന്ന് രൂപം നൽകിയ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ദൈവപുത്രനായ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനായ മിശിഹ തമ്പുരാൻ ഈ ഭൂമിയിലേക്ക് മനുഷ്യ ശരീരം ധരിച്ചു വന്നത്. 33 വർഷത്തെ മനുഷ്യ രൂപത്തിൽ അവിടെ ഈ ഭൂമിയിൽ വസിക്കുകയും തുടർന്ന് 33-ാമത്തെ വയസ്സിൽ തന്റെ 3 വർഷത്തെ പരസ്യ ജീവിതത്തിന്റെ ഒടുവിൽ ആകാശത്തിനും ഭൂമിക്കും നടുവിൽ 3 പേർ കുരിശിന്മേൽ തൂക്കപ്പെട്ട് സ്വന്തം ജീവൻ തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ബലിയർപ്പിച്ചുകൊണ്ട് തന്റെ ഹൃദയത്തിലെ അവസാനത്തുള്ള രക്തവും തന്റെ പ്രിയപ്പെട്ട ജനതയ്ക്ക് വേണ്ടി മകനും മകൾക്കും വേണ്ടി ചിന്തപ്പെട്ടുകൊണ്ട് പിശാചിന്റെ കണിയിൽപ്പെട്ട് ആപത്തിൽപ്പെട്ട് അടിമത്തത്തിൽപ്പെട്ടുപോയ മനുഷ്യവംശത്തെ രക്ഷിക്കുവാനായിട്ടാണ് യേശു ക്രിസ്തു കുരിശിൽ മരിച്ചത്. കലാകാരന്മാരെ ഒന്നേ പറയാനുള്ളൂ, ഇരുമ്പാണ്ട് പൊഴിക്കുന്നത് നിങ്ങൾക്ക് അപകടമാണ്. പ്രിയമുള്ളവരെ, ദൈവപുത്രനെ തെറ്റുപറ്റുകയില്ല, ദൈവപുത്രനെ തെറ്റുപറ്റിയിട്ടില്ല. ആദിയിലും അന്ത്യത്തിലും അവസാനത്തിലും ഒരേ ഒരു നാമം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇത് ലൂസിഫറിനെ പരാജയപ്പെടുത്തിയ സത്യദൈവത്തിന്റെ കുരിശുമരണത്തിന്റെ വിജയത്തിന്റെ പ്രഘോഷണമാണ്. എല്ലാ മനുഷ്യരെയും നന്മയെ തിന്മയും വേർതിരിക്കുന്ന കാലഘട്ടത്തിൽ പ്രിയമുള്ളവരെ, പിശാചെന്നും മനുഷ്യരെ അവന്റെ പിടിയിൽപ്പെടുത്തിക്കൊണ്ട് അവന്റെ നരകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ കെണികളൊരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. നന്മയും തിന്മയും വേർതിരിച്ചറിഞ്ഞുകൊണ്ട് സത്യത്തിനും അസത്യത്തിനും ഒരു പക്ഷം നിന്ന് വേർതിരിച്ച് നിയന്ത്രിപ്പിക്കേണ്ട നിലപാടെടുക്കേണ്ട ഒരു കാലഘട്ടമാണ്. നമുക്ക് തീരുമാനിക്കാം, തിന്മയുടെ കൂട്ടുപിടിച്ച് പിശാചിന്റെ വിടുവഴികൾ ചെയ്യുന്നവരുടെ ആസ്വാദ്യ കലകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പിശാചിന്റെ കൂടെ കടന്ന് ലൂസിഫറിനെ ജൈവിടിച്ചുകൊണ്ട് ഈ നരകാഗ്നിയിലേക്ക് പോകണമോ, അതോ ദൈവപുത്രൻ വന്നത് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണെന്നുള്ള അവിടുത്തെ കൽപ്പനയോട് പക്ഷം ചേർന്നുകൊണ്ട്, സത്യത്തോട് പക്ഷം ചേർന്നുകൊണ്ട്, നീതിയോട് പക്ഷം ചേർന്നുകൊണ്ട്, നന്മയുടെ പക്ഷം പിടിച്ചുകൊണ്ട് നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കണമോ എന്ന് നമ്മൾ സ്വയം നമ്മുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് തീരുമാനിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. കാരണം ഇത് തിന്മ അതിന്റെ എല്ലാ പ്രഭാവങ്ങളും പുറത്തെടുത്തിരിക്കുന്ന അന്ത്യകാലഘട്ടത്തിന്റെ എല്ലാ അടയാളങ്ങളും ഇവിടെ ഈ പ്രപഞ്ചത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈശോ പറയുന്നുണ്ട്, ഇത് അന്ത്യകാലത്തിന്റെ അടയാളങ്ങളാണ്. അതിനാൽ ഈ കരുണയുടെ മണിക്കൂറിൽ സത്യദൈവത്തെ വിളിച്ചേറ്റ് അവിടുത്തെ നാമം ഏറ്റുപറഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷകനും നാമമായി സ്വീകരിച്ചുകൊണ്ട് പിശാചിനെതിരെ യുദ്ധം ചെയ്ത് പാപവും പാപകരമായ വഴികളും വെറുത്തുപേക്ഷിച്ചുകൊണ്ട് ഈശോ കുരിശിന്റെ രക്തത്തിന്റെ യോഗ്യതയാൽ എല്ലാ മനുഷ്യർക്കും നേരിട്ടെന്ന രക്ഷ സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധി പ്രാപിച്ച് നിത്യജീവനിലേക്ക് കടന്നു വരുവാൻ ഇതാ ദൈവം ഒരു അവസാന കാഹളം ഈ ലോകത്തിന് നൽകുകയാണ്.